ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ ബ്രസയുടെ LXI വേരിയന്റ് ആണിത്. വാസസ് ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് ഓർ മാനുവൽ. 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ മാരുതി സുസുക്കിയുടെ ഒരു വാഹനം എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു SUV സെഗ്മെന്റിൽ ബ്രസയുടെ ബേസ് വേരിയന്റ് കിട്ടും. എന്നാൽ ഒരു ക്രോസ് ഓവർ പ്ലസ് SUV സെഗ്മെന്റിൽ ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസും അവൈലബിൾ ആണ്. ഫ്രോങ്സിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വേരിയന്റ് ഡെൽറ്റ പ്ലസ് ആണ്. ബ്രസയിലേക്ക് വരുമ്പോൾ ബ്രസയുടെ ഐദർ നിങ്ങൾ LXI എടുത്തിട്ട് ആക്സസറീസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രേറ്റ് അവേ ZXI എടുക്കുക. ഈ രണ്ട് വേരിയന്റുകൾ അതിനകത്ത് മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ബ്രസ LXI വേഴ്സസ് ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് ഒരു കമ്പാരിസൺ ചെയ്ത് നോക്കാം. കാര്യം നമ്മൾ ഏത് വീഡിയോ ചാനലിൽ ഇട്ട് കഴിഞ്ഞാലും ഈ രണ്ട് വാഹനങ്ങളിലെ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയിട്ട് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഇതിനകത്ത് ഏത് വാഹനമാണ് എടുക്കേണ്ടതെന്ന്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ മാരുതി സുസുക്കിയുടെ ഒരു വാഹനം എടുക്കാൻ പോകുന്നവർ ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ട് നമുക്ക് മെസ്സേജ് അയക്കാറുള്ളതാണ് ഫ്രോങ്സ് എടുക്കണോ ബ്രസ എടുക്കണോ എന്ന് ചോദിച്ച്. ഫ്രോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രോങ്സിന്റെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആണ് ഈ ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്നത്. 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് തരുന്ന ഒരു വേരിയന്റ് ആണ് ഡെൽറ്റ പ്ലസ്. ഇതിനകത്ത് ഓട്ടോമാറ്റിക് മാനുവലും അവൈലബിൾ ആണ്. ബ്രസയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രസയുടെ LXI വേരിയന്റ് ആണ് ബേസ് വേരിയന്റ്. ഇതിൽ നിങ്ങൾക്ക് മാനുവൽ മാത്രമാണ് വരുന്നത്. ഈ ബ്രസ അർബാനോ കിറ്റ് അഡീഷണലി ആക്സസറീസ് ചെയ്തതാണ്, പ്ലസ് അലോയ് വീൽസ്. ഈ ഒരു ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡെൽറ്റ പ്ലസ് വേരിയന്റിന്റെ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിലാണ് ഈ വാഹനം വരുന്നത്. ഇനി ഈ രണ്ട് വാഹനങ്ങളുടെയും ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഫ്രോങ്സിന്റെ ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് തരുന്ന വാഹനമാണ് ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റ്. അതിനകത്ത് നമുക്ക് ഫ്രണ്ടിൽ ഒരു DRL കൊടുത്തിരുന്നു 3 ജുവൽ ടൈപ്പ്, അതിനായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക. താഴെ നമുക്ക് LED ഹെഡ്ലൈറ്റുകളാണ് വരുന്നത്. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ഒരു 190 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനം തരുന്നത്. ഇത് ശരിക്കും ഒരു ക്രോസ് ഓവർ സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനമാണ്. ബ്രസയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്രസ ഒരു SUV സെഗ്മെന്റിൽ വരുന്നതാണ്. നമ്മുടെ കോമ്പാക്ട് SUV സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ റോഡ് പ്രസൻസ് ഉള്ളതും ഏറ്റവും വലിയ വാഹനവും ബ്രസ തന്നെയാണ്. ഇനി ബ്രസയുടെ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ബേസ് വേരിയന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഹാലജൻ ആണ്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് പാർക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. രണ്ടും ഹാലജനാണ്. താഴെ നമുക്ക് ഫോഗ് ലൈറ്റ് വേരിയന്റിൽ വരുന്നില്ല, ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ ഫോഗ് ലൈറ്റ് ഗാർണിഷും ഇത് ആക്സസറി ആയിട്ട് വരുന്നതാണ്. ഫ്രണ്ടിൽ നമുക്കൊരു സ്കിഡ് പ്ലേറ്റും ആക്സസറി ആയിട്ട് വരുന്നുണ്ട്. ഈ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 198 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും റോഡ് പ്രസൻസ് ആണെങ്കിലും വലിയ വാഹനമായിട്ടും ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത് ബ്രസയാണ്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രോങ്സിന് വരുന്നത് നമുക്കൊരു 16 ഇഞ്ച് വീൽസ് ആണ്. പക്ഷേ 195/60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഒരു ബ്ലാക്ക് കളർ അലോയ്സ് ആണ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും ആണ്. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക്. വശങ്ങളിൽ നോക്കുമ്പോൾ നമുക്കൊരു ബലേനോ ക്രോസ് ആ ഒരു ലുക്കാണ് ഈ വാഹനത്തിന് വരുന്നത്. ടോപ്പിൽ നമുക്കൊരു റൂഫ് റെയിൽ വരുന്നുണ്ട്. നമുക്ക് ഷാർപ്പിന് ആൻറ്റിന കൊടുത്തിരിക്കുന്നു. ഗ്ലാസ്സുകൾ ഒരു പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വരുന്നത്. നമുക്ക് കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സൈഡിലൊരു സ്കിഡ് പ്ലേറ്റ് ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇനി ബ്രസയുടെ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രസയിൽ ഇത് 16 ഇഞ്ച് അലോയ് വീൽസ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. LXI വേരിയന്റിൽ ശരിക്കും നോർമൽ സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. ടയറുകൾ 215/60R16 ആണ്. ടയർ സൈസ് നോക്കുമ്പോൾ വലിയ ടയറുകൾ, അതായത് ടയറിൻ്റെ വിഡ്ത്ത് കൂടുതൽ നമുക്ക് കിട്ടുന്നത് ബ്രസയിലാണ്. LXI വേരിയൻ്റ് ഒരു ടോപ്പ് എൻഡ് വരെ സെയിം ടയർ സൈസാണ്. ഇനി ഇതിലും ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. നമുക്കിവിടെ ഈ ഒരു സൈഡ് സ്കേറ്റിങ്സും പിന്നെ ഈ റെയിൻ ഗാർഡ് കാര്യങ്ങളെല്ലാം ആക്സസറി ആയിട്ട് ചെയ്താണ്. ഇതിൽ റൂഫ് റെയിൽ വരുന്നില്ല. ഷാർപ്പിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. ഇനി ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ബാക്കിൽ രണ്ട് വാഹനങ്ങൾക്കും ടോപ്പ് എൻഡിൻ്റെ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ ഫ്രോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രോങ്സിൽ നമുക്കൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഡീഫോഗറുള്ള ഗ്ലാസ്സാണ്, വൈപ്പർ വാഷർ വരുന്നില്ല. അതിന് താഴെയായിട്ട് നമുക്കിവിടെ കണക്റ്റഡ് ടൈൽ ലൈറ്റ് ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റിൽ വരുന്നില്ല, ഇത് റിഫ്ലക്ടർ മാത്രമാണ്. ഈ രണ്ട് യൂണിറ്റാണ് LED ടൈൽ ലൈറ്റ് വരുന്നത്. ഇത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടും ഇത് റിവേഴ്സ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ്. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റും കാണാം. ഇനി നമ്മൾ ബ്രസയുടെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രസയിൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക് വശമാണ്. നമുക്ക് ഇതിന് സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. വൈപ്പർ ഡീഫോഗർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബ്രസ എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ്. ഇതാണ് നമ്മുടെ ബാക്കിലെ ടൈൽ ലൈറ്റ്, അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇത് നമ്മളുടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജന്, ഇത് റിവേഴ്സ് ലൈറ്റ്, അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ബ്രസയിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇത് റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. റിവേഴ്സ് ക്യാമറ വരുന്നില്ല. നമ്മുടെ ഫ്രോങ്സിലും റിവേഴ്സ് ക്യാമറ ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതിലും റിവേഴ്സ് ക്യാമറ വരുന്നില്ല. ഇത് നമ്മൾക്ക് ബാക്കിലെ സ്കിഡ് പ്ലേറ്റും ആക്സസറി ആയിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് വരുന്നത് വാഹനത്തിൽ. ഇതിൻ്റെ അലോയ് വീൽസ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നതാണ്. മീൻസ് അലോയ് വീൽസ് ചെയ്തതിൻ്റെ
സ്റ്റീൽ വീൽസ് ഇതിനകത്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. ബാക്കിൽ ഹെഡ് റെസ്റ്റുകൾ വരുന്നില്ല. എനിക്ക് ഈ LXI വേരിയൻറ്റിൽ ഏറ്റവും കുറവായിട്ട് തോന്നിയൊരു കാര്യമാണ് ബാക്കിലെ ഹെഡ് റെസ്റ്റുകൾ. അതെന്തായാലും ഇപ്പോഴും മാരുതി സുസുക്കി ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റുകൾ കൊടുത്തിരിക്കുന്നത്. സ്പെയർ വീൽ ഇതിനകത്ത് വരുന്നുണ്ട്, സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീലാണ്. നമുക്കൊരു 328 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്കിപ്പോൾ 4 ബോക്സ് ഇരിക്കും പറയാം, കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ളൊരു ബൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും നമ്മൾ ഫ്രോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇതിൽ റിവേഴ്സ് ക്യാമറ ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. റിവേഴ്സ് ക്യാമറ കാണാം. നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൽ പാഴ്സൽ ട്രേ വരുന്നുണ്ട്. നമുക്ക് ബാക്കിലെ സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സ്പെയർ വീല് വരുന്നത് ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീലുകൾ തന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. വേറെ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഡെൽറ്റ പ്ലസിലേക്ക് വരുമ്പോൾ നമുക്ക് ഹെഡ് റെസ്റ്റുകൾ വരുന്നുണ്ട് ബാക്കിൽ, പിന്നെ 60-40 സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്. ബ്രസയിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ബെൻഡ് ഫോൾഡിംഗ് ആണ്, സ്പ്ലിറ്റ് സീറ്റ് പോലും വരുന്നില്ല. ഹെഡ് റെസ്റ്റുകൾ പോലും കൊടുത്തിട്ടില്ല. ഹെഡ് റെസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് ആക്സസറൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അകത്തുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ബ്രസയുടെ നോക്കാം. ബ്രസയിൽ നമ്മൾ ഡോർ തുറക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത് ഒരു SUV ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഡോറുകളാണ്. ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് ആകെ ഇതൊരു മ്യൂസിക് സിസ്റ്റം ഇത് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് കളറാണ്. ഇവിടുന്ന് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കംപ്ലീറ്റ്ലി വരുന്നത്. 4 ഡോർ പവർ വിൻഡോ കണ്ടോ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഇത് സ്പീക്കർ വരുന്നുണ്ട്, ഇത് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടില്ല. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ്. നമുക്ക് ഇത് മാനുവൽ വേരിയൻ്റ് ആണെങ്കിൽ ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്. ഇനി അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇത് ബേസ് വേരിയൻ്റ് ആണ്. അതുകൊണ്ട് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. റൗണ്ട് ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള ഒരു ബ്ലാക്ക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇത് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ടെലസ്കോപ്പിക് ഒന്നും തന്നെ വരുന്നില്ല. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ വശങ്ങളിലായിട്ട് നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഇത് ഫോഗ് ലൈറ്റ് ആക്സസറൈസ് ചെയ്യാൻ അതിൻ്റെ ബട്ടൺ കാണാം. ഇത് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. RPM മീറ്റർ, സ്പീഡോമീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നല്ലൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് ടോഗിൾ ചെയ്യാനായിട്ടുള്ള ബട്ടൺ നമുക്ക് മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും റിവേഴ്സ് നമ്മളുടെ സെൻസറിൻ്റെ ഇൻഡിക്കേഷനും ഒന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല LXIയിൽ. ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മ്യൂസിക് സിസ്റ്റം സോണിയുടെ ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും LXI വേരിയൻറ്റിൽ മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. അതിന് താഴെയായിട്ട് നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കാണാം. മാനുവൽ AC കൺട്രോൾസ് ആണ് വരുന്നത്. അതിന് താഴെ നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. നമ്മളുടെ 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ ആണ്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്ക് സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യമൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു, കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് അത്യാവശ്യം കംഫർട്ടബിൾ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോർഡ് സീറ്റുകളാണ്. നമുക്ക് സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നുമില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ്, മിറർ പോലും കൊടുത്തിരുന്നില്ല. സെൻട്രൽ IRVMs, മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. ഇതെല്ലാമാണ് ഈ വാഹനത്തിൽ വരുന്ന ഫീച്ചേഴ്സ്. ഇത് ഒരു ബേസിക് കാറാണ്. ആ ബേസ് വേരിയന്റിന് വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രീമിയം ഫീച്ചേഴ്സ് ഒന്നും തന്നെ അതിനകത്ത് വരുന്നില്ല. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആയിട്ടും കീലെസ് എൻട്രി വരുന്നില്ല. അത് ഈ വാഹനത്തിലുള്ള ഒരു മെയിൻ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇനി ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടി പ്രീമിയം ഫീൽ തരുന്ന ഒരു ഇന്റീരിയർ നമുക്ക് ഫ്രോങ്സിൻ്റെ ആണ്. ഇതൊരു ബെലാനോ ബേസ്ഡ് ആയിട്ടുള്ള വാഹനമായതുകൊണ്ട് ബെലാനോയുടെ അതേ ഡിസൈനിലുള്ള ഡാഷ്ബോർഡ് കാര്യങ്ങളാണ്. ആ കളർ ടോണിൽ മാത്രമാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ബർഗണ്ടി റെഡ്, ബ്രഷ്ഡ് അലൂമിനിയം, പിന്നെ ഒരു അലൂമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. എന്താണെങ്കിലും ബ്രസയുടെ ബേസ് വേരിയൻ്റ് നോക്കുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം ഇന്റീരിയർ ആണ്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡുവൽ ടോൺ കളർ കാണാം. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോയുടെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. പിന്നെ നമുക്കിവിടെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കൊടുത്തിട്ടില്ല ഇതിനകത്തും. അത് നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് ആക്സസറൈഡ് ചെയ്യാവുന്നതാണ്. അത് ബ്രസയിൽ നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യാൻ ഫ്യൂൽ ലൈറ്റ് ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് അകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ബ്രസയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്രസ ഒരു ബേസ് വേരിയൻ്റ് ആണ്. അതിനകത്തുള്ള ഫീച്ചേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഇത് ഇതിൻ്റെ ഒരു 3rd വേരിയൻ്റ് ആണ്. അതിന് വേണ്ട അത്യാവശ്യം ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ബ്രസയിൽ കണ്ട സെയിം സ്റ്റിയറിംഗ് ആണ്, പക്ഷേ മൾട്ടി ഫംഗ്ഷണൽ ആണ്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതൊരു സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഇതിനകത്ത് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഇവിടെ വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്തായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെലനോയിലൊക്കെ കണ്ട ആ ഒരു സെയിം ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ബ്രസയിൽ കണ്ട സെയിം തന്നെയാണ്. ഇതിനകത്ത് സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നല്ലൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് ഒരു വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കാണാം. പിന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സും നമുക്ക് ഈ ഇതിനകത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡോർ അടച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ എഴുതി എല്ലാ വാഹനങ്ങളും കണ്ടുവന്നിരുന്ന സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം വേണ്ട വെഹിക്കിൾ ഇൻഫർമേഷൻസ് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ളതാണ്. പിന്നെ ഇതിനകത്തൊരു റിവേഴ്സ് ക്യാമറ ആക്സസറൈഡ് ചെയ്തിട്ടുണ്ട്. അത് അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസോടുകൂടിയ ക്യാമറയാണ്. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറ, അതിൻ്റെ വിഷ്വൽസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. പിന്നെ റിവേഴ്സിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് നമ്മുടെ സെൻട്രൽ ഡിസ്പ്ലേയിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ അതിനകത്ത് പാർക്കിംഗ് സെൻസേഴ്സും കാണാം. ഇനിയും ഇതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഈ വേരിയന്റിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസുകളാണ്. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. 5 സ്പീഡ് AMT ഗിയർ ലിവർ കാണാം. സെൻറ്റർ ആംറസ്റ്റ് ഇതിനും വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ആക്സസറൈഡ് ചെയ്യാം. ഇത് നമ്മളുടെ സീറ്റ് കവർ ഇതിനകത്തൊരു ആക്സസറൈഡ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ടച്ചുള്ള സീറ്റ് കവറുകളാണ്. സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തും കൊടുത്തിട്ടില്ല. സ്പ്രിംഗ് ഡാറ്റുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ്. സെൻട്രൽ IRVMs വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 റീഡിംഗ് ലൈറ്റുകൾ കാണാം. ഹാലജനാണ്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് തരുന്നത് ശരിക്കും ഫ്രോങ്സ് ആണ്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ ഇതിൻ്റെ ഡോറുകൾ വൈഡായിട്ട് തുറക്കും. ബാക്ക് ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ്. പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളും 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും വരുന്നുണ്ട്. ഇത് 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇനിയും നമ്മൾ അകത്തേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ ബാക്കിലെ യാത്രക്കാർക്ക് AC വെൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഇവിടെ ഒരു 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം നമുക്ക് കാണാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം, ഒരു 5 സെൻറ്റിമീറ്റർ ഹെഡ് റൂമാണ് നമുക്ക് ബാലൻസ് ചെയ്യണം. വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ടിരിക്കാനുള്ള സ്പേസ് ഈ വാഹനം തരുന്നുണ്ട്. ബ്രസയിലേക്ക് വരുമ്പോൾ ബ്രസയുടെ ബാക്ക് ഡോർ അത്രയും വൈഡായിട്ട് തുറക്കുന്ന രീതിയിലല്ല, ഒരു 70 ഡിഗ്രി ആംഗിളാണ് ഡോർ തുറക്കുള്ളൂ. ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. അകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഹെഡ് റെസ്റ്റ് വരുന്നില്ല. 2 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റും സെൻട്രൽ പാസഞ്ചറിന് സെൻറ്ററിലുള്ള സീറ്റ് ബെൽറ്റും മാത്രമാണ് വരുന്നത്. ഇനി അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ലെഗ് റൂമും നീ റൂമും എല്ലാം ഫ്രോങ്സിൽ കണ്ട സെയിം ആയിട്ടാണ് വരുന്നത്. ഇതിൽ ബാക്കിൽ AC വെൻസ് വരുന്നുണ്ട്. ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല 12 സെൻറ്റിമീറ്റർ ഹെഡ് റൂം നമുക്ക് ബാലൻസ് ഉണ്ട്. ബ്രസയിലേക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 2 വാഹനങ്ങൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. 2 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നു ബേസ് വേരിയന്റുകളിൽ. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് 6 എയർ ബാഗ് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് 2 വാഹനങ്ങളിലും കോമൺ ആയിട്ട് വരുന്നു. നമുക്ക് ഫ്രോങ്സിൽ ഇപ്പോൾ ഡെൽറ്റ പ്ലസ് ഓപ്ഷൻ എന്ന് പറഞ്ഞ പുതിയൊരു വേരിയന്റ് അവൈലബിൾ ആണ്. അതിനകത്ത് നമുക്ക് 6 എയർ ബാഗ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് ഏകദേശം ഒരു 20,000 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നുള്ളൂ. അപ്പോൾ 6 എയർ ബാഗ് വേണ്ടവർക്ക് ഡെൽറ്റ പ്ലസിൽ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രോങ്സിൽ വരുന്നത് ഡെൽറ്റ പ്ലസ് വേരിയന്റിൽ 1.2 ലിറ്റർ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT പെട്രോൾ എഞ്ചിനാണ് വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 24 km/ലിറ്ററിന് അടുത്താണ്. റിയൽ ലൈഫിൽ ഓടിക്കുന്നവർക്ക് ഒരു 18-20 ഇടയ്ക്ക് ഫ്രോങ്സിന് മൈലേജ് ലഭിക്കുന്നുണ്ട്. അത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും. ബ്രസയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രസയിൽ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. LXI വേരിയന്റിൽ ഇപ്പോൾ സ്മാർട്ട് ഹൈബ്രിഡ് ഒഴിവാക്കിയതുകൊണ്ട് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 17 km/ലിറ്റർ ആണ്. റിയൽ ലൈഫിൽ ഒരു 12 തൊട്ട് 13 മാക്സിമം 15 വരെ മൈലേജ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പോൾ ആവറേജ് ഒരു 13 km മൈലേജ് അതിന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ 2 വാഹനങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 4 തൊട്ട് 5 km/ലിറ്ററിന് മൈലേജ് നിങ്ങൾക്ക് കൂടുതൽ ഫ്രോങ്സിൽ ലഭിക്കുന്നതാണ്. ഈ 2 വാഹനങ്ങളുടെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് വേരിയന്റിന് എല്ലാ ഓണം ഓഫറുകളും കഴിഞ്ഞ് 10,35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഈ ഡെൽറ്റ പ്ലസ് മാനുവൽ വേരിയന്റിന് നിങ്ങൾക്ക് 9,90,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതും എല്ലാ ഓണം ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസാണ്. നമ്മളുടെ ബ്രസയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രസയിൽ LXI വേരിയന്റിൽ നമുക്ക് മാനുവൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് എല്ലാ ഓഫറും കഴിഞ്ഞ് 9,60,000 രൂപയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അത് ഇൻഷുറൻസിലെ ഡിസ്കൗണ്ടും എക്സ്റ്റൻഡഡ് വാറണ്ടിയും ഒഴിവാക്കിയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അഡോപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ആ വാഹനത്തിൽ ഇപ്പോൾ അർബാനോ എഡിഷൻ എന്ന് പറഞ്ഞ കിറ്റ് ആക്സസറൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 47,000 രൂപ വരുന്നൊരു കിറ്റാണ്. അത് നിങ്ങൾക്ക് 15,000 രൂപയ്ക്ക് ലഭിക്കും. അതൊരു വാല്യൂ ഫോർ മണി കിറ്റ് തന്നെയാണ്, അതിന് നോ ഡൗട്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് കണ്ടുപോയി കഴിഞ്ഞാൽ എന്തെല്ലാം സാധനങ്ങളാണ് കിറ്റിൽ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും.
പിന്നെ നിങ്ങൾക്ക് അലോയ് വീൽസ് ചെയ്യണമെങ്കിൽ അലോയ് വീൽസിന് ഓൾമോസ്റ്റ് 40,000 രൂപ അഡീഷണൽ വരും. അപ്പോൾ എല്ലാം കൂടി ഏകദേശം ഒരു 10,30,000 രൂപയ്ക്ക് നിങ്ങളെ കാണുന്ന വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരാം. 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇതിനകത്ത് ഏത് വാഹനം എടുക്കണം? നിങ്ങൾ നോക്കുന്നത് കൂടുതൽ മൈലേജ്, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ്, ഒരു ഓട്ടോമാറ്റിക് കാറ്, വീട്ടിലെ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം, അത്യാവശ്യം കോമ്പാക്ട് സൈസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രോങ്സിലേക്ക് പോകാം. 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വാഹനങ്ങളിൽ ഒന്നാണ് ഫ്രോങ്സ്. മാരുതി സുസുക്കിയുടെ ഇപ്പോൾ ഈ ഓണം സീസണിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വാഹനവും ഫ്രോങ്സ് തന്നെയാണ്. അതിൽ ഈ ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക്കലി മാനുവൽ വേരിയൻ്റാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത്. അതല്ല, നിങ്ങൾക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാം, അത്യാവശ്യം ഫീച്ചേഴ്സ് ആക്സസറൈഡ് ചെയ്താൽ മതി. നിങ്ങൾക്കൊരു SUV ആണ് വേണ്ടത്, കുറച്ചും കൂടി ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം, ഒരു SUV ഫീല് തരുന്ന ഒരു വാഹനം, ഒരു ഉയർന്ന സീറ്റിംഗ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വാഹനമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ബ്രസയിലേക്ക് പോകാം. ബ്രസയിൽ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് അതിനകത്ത് മാനുവൽ വേരിയൻറ്റ് മാത്രമാണ് ഈ വേരിയൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, ഓട്ടോമാറ്റിക് വരുന്നില്ല. പിന്നെ ഫീച്ചേഴ്സ് വളരെ ലിമിറ്റഡ് ആണ്, നമുക്ക് ആക്സസറി ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഫ്രോങ്സിൽ വരുന്ന അത്രയും ഫീച്ചേഴ്സ് ഒന്നും അതിനകത്ത് നമുക്ക് ആക്സസറൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ബ്രസയാണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ മിനിമം VXi എങ്കിലും എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റായി ZXi എടുക്കണം. അതല്ല എങ്കിൽ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഈ 2 വാഹനങ്ങളിൽ ബെസ്റ്റ് ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് തന്നെയാണ്. ഡെൽറ്റ പ്ലസിൽ മിസ്സിംഗ് ആയിട്ട് തോന്നിയ 1-2 ഫീച്ചേഴ്സ്, ഒന്ന് ബാക്കിലേക്ക് AC വെന്റ്സ് വരുന്നില്ല, പക്ഷേ ചെറിയ വാഹനമായതുകൊണ്ട് അത് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. നമുക്ക് ഡ്രൈവർ സീറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കീലെസ് എൻട്രിയും വരുന്നില്ല. കീ ഇപ്പോഴും ആ പഴയ ചെറിയ കീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്രോങ്സിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് അല്ലെങ്കിലും ഡെൽറ്റ പ്ലസ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ മാരുതി സുസുക്കിയുടെ ഏത് കാർ വാങ്ങണം എന്നൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.